ഏപ്രിൽ 27 ഞായറാഴ്ച. യോഹന്നാൻ 20:19 മുതൽ 31 വരെ വാക്യങ്ങൾ. ഇന്ന് നാം ദൈവത്തിൻ്റെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ദിവ്യകാരുണ്യ ഞായറാഴ്ച. എല്ലാ പാപികൾക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നിറഞ്ഞൊഴുകുന്ന കരുണ, യേശുവിൻ്റെ മുറിവേറ്റ ചങ്കിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയ കുരിശിലെ മരണത്തിലൂടെ പ്രകടമായി. അതുകൊണ്ടാണ് ഉച്ചകഴിഞ്ഞ് 3 മണി കരുണയുടെ മണിക്കൂറായി കണക്കാക്കുന്നത്. പോളിഷ് കന്യാസ്ത്രീയായ ഫൗസ്റ്റീന കൊവാൽസ്ക യേശുവിൻ്റെ ദർശനങ്ങളും സന്ദർശനങ്ങളും അവിടുന്നുമായുള്ള സംഭാഷണങ്ങളും റിപ്പോർട്ട് ചെയ്തു. തൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ചൊരിയപ്പെടുന്ന കരുണാമയമായ ദിവ്യത്വത്തിൻ്റെ ദർശനം വരയ്ക്കാൻ കർത്താവ് അവളോട് ആവശ്യപ്പെട്ടു. കൂടാതെ മനുഷ്യവർഗം അവനിൽ അഭയം പ്രാപിക്കുന്നതിനായി ഈസ്റ്റർ ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാളായി സ്ഥാപിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടു. സിസ്റ്റർ കൊവാൽസ്കയുടെ ഡയറി പ്രകാരം ദിവ്യകാരുണ്യ ഭക്തിയിൽ യേശുവിൽ നിന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നു. ഈ ഞായറാഴ്ച കുമ്പസാരവും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയും സ്വീകരിക്കുന്ന ഒരാൾക്ക് പാപമോചനവും ശിക്ഷയിൽ നിന്ന് മോചനവും പൂർണ്ണമായി ലഭിക്കും. കൂടാതെ കത്തോലിക്ക സഭ ഇന്നേ ദിനം പൂർണ്ണ ദണ്ഡവിമോചനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈ ഭക്തി സജീവമായി പ്രോത്സാഹിപ്പിച്ചത്. 2000 ഏപ്രിൽ 30 ഫൗസ്റ്റീന കൊവാൽസ്കയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനം നടന്നു. അന്ന് തന്നെ ഈസ്റ്ററിൻ്റെ 2ാം ഞായറാഴ്ച പൊതുവായിട്ടുള്ള റോമൻ കലണ്ടറിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഞായറാഴ്ചയായി ഔദ്യോഗികമായി നാമകരണം ചെയ്യപ്പെട്ടു. ഇന്നത്തെ ദിവ്യബലിയിൽ പ്രാരംഭ പ്രാർത്ഥനയിൽ പിതാവിനെ നിത്യ കരുണയുടെ ദൈവം എന്ന് അഭിസംബോധന ചെയ്യുന്നു. ദൈവം തൻ്റെ കരുണ വെളിപ്പെടുത്തുന്നത് ഒന്നാമതായി തൻ്റെ ഏകജാതനായ പുത്രൻ്റെ പീഡാസഹനവും മരണവും പുനരുദ്ധാനവും എന്നിവയിലൂടെയാണ്. അങ്ങനെ യേശു നമ്മുടെ രക്ഷകനും കർത്താവുമായി. 1984 ടൈം മാഗസീനിൽ വന്ന ഒരു കവർ ചിത്രം എല്ലാവരെയും അമ്പരിപ്പിച്ചു. 2 പുരുഷന്മാർ ഒരു ജയിൽ മുറിയുടെ അകത്ത് കസേരകളിൽ ഇരിക്കുന്ന ചിത്രമായിരുന്നു അത്. അതിൽ ഒരു യുവാവ് കറുത്ത സ്വെറ്ററും നീല ജീൻസും ധരിച്ചിരുന്നു. പ്രായമുള്ള മനുഷ്യൻ വെളുത്ത വസ്ത്രവും ധരിച്ച് തലയിൽ വെളുത്ത തൊപ്പിയും ഉണ്ടായിരുന്നു. അവർ പരസ്പരം അഭിമുഖമായിരുന്നു പതുക്കെ സംസാരിച്ചു. ആ യുവാവ് മെഹമ്മദ് അലി അഗ്ഗ ആയിരുന്നു. പോപ്പിനെ വധിക്കാൻ ഉദ്ദേശിച്ച് 1981 മെയ് 13 അയാൾ പോപ്പിനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചു. അയാളുടെ എതിർവശത്ത് ഇരുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിരുന്നു. പോപ്പിൻ്റെ ശരീരത്തിലേക്ക് വെടിയുണ്ട പറത്തിയ തോക്ക് പിടിച്ച ആ കയ്യിൽ പോപ്പ് പിടിച്ചു.
കാരുണ്യത്തിൻ്റെ ജീവിക്കുന്ന ഒരു പ്രതീകമായിരുന്നു ആ ചിത്രം. ജോൺ പോൾ മാർപ്പാപ്പയുടെ ക്ഷമ അദ്ദേഹം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു. തൻ്റെ ശത്രുവിനെ കെട്ടിപ്പിടിച്ച് മാപ്പ് നൽകുന്ന ദൈവം. ദൈവത്തിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണിത്. വിശുദ്ധ ഫൗസ്റ്റീന സാക്ഷ്യം വഹിച്ച അതേ ദിവ്യ കാരുണ്യം. ഇന്നത്തെ സുവിശേഷം ഉയർത്തെഴുന്നേറ്റ കരുണയുടെ നാഥൻ്റെ സർവ്വവ്യാപിയായ സാന്നിധ്യത്തിൽ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ഉയർത്തെഴുന്നേറ്റ കരുണയുടെ നാഥന് നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് സംശയങ്ങളിൽ നിന്നും നമ്മുടെ മടിയിൽ നിന്നും മോചനം നേടാൻ ഈ തിരുനാൾ നമ്മെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഓളച്ചൻ CSSR ഫ്രം കേരള.